സംസ്ഥാന യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എം ഷാജറിന്റെ അധ്യക്ഷതയിൽ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലാ അദാലത്തിൽ 30 പരാതികൾ പരിഗണിച്ചതിൽ 17 പരിഹരിച്ചു. 13 പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റിവെച്ചു. പുതിയതായി 6 പരാതികൾ ലഭിച്ചു. യുവജനങ്ങളുടെ ജീവിതശൈലിയിലെ പുത്തൻ പ്രവണതകളും മാനസികാരോഗ്യവും സംബന്ധിച്ച് യുവജന കമ്മീഷൻ നടത്തുന്ന ശാസ്ത്രീയ പഠനത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതായും മാനസികാരോഗ്യ വിദഗ്ധരുടെയും അനുബന്ധ വിഷയങ്ങളിൽ പ്രാവീണ്യമുള്ള അധ്യാപകരുടെയും നേതൃത്വത്തിൽ നടത്തുന്ന പഠനത്തിന്റെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുമെന്നും യുവജന കമ്മീഷൻ ചെയർപേഴ്സൺ എം ഷാജർ പറഞ്ഞു. യുവജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പാക്കാനുള്ള വിവിധങ്ങളായ പദ്ധതികളും ലഹരിക്കെതിരെയായി യുവജന പ്രാധാന്യമുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് നിരവധി ക്യാമ്പയിനുകളും നടപ്പിലാക്കി വരികയാണെന്നും സൗജന്യ നിയമസഹായത്തിനായി 1800-123-5310 എന്ന ടോൾ ഫ്രീ നമ്പർ യുവജന കമ്മീഷന്റെ നേതൃത്വത്തിൽ ഒരുക്കിയിട്ടുണ്ടെന്നും കമ്മീഷൻ ചെയർപേഴ്സൺ പറഞ്ഞു. എരഞ്ഞിപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഡയബറ്റിക് ഫൂട്ടായി വന്ന മലപ്പുറം നെല്ലിക്കുത്ത് സ്വദേശിയുടെ കൽപ്പാദം മുറിച്ചുമാറ്റി എന്ന് പരാതിയിൽ വിദഗ്ധ സമിതിയെ നിയമിച്ച് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ലാതെ പ്രവർത്തിക്കുന്ന വാഴയൂരുള്ള സ്വകാര്യ സ്ഥാപനത്തിനെതിരെ നൽകിയ പരാതി, സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തൽ, മെഡിക്കൽ ബയോകെമിസ്ട്രി കോഴ്സിന് അർഹമായ അംഗീകാരം ലഭിക്കാത്തത്, റവന്യൂ വകുപ്പിലെ LD ക്ലർക്ക് തസ്തികയിലെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യാത്തത്, സ്വകാര്യ സ്ഥാപനത്തിലെ ശമ്പള കുടിശ്ശിക ലഭിക്കാത്തത്, സൈബർ തട്ടിപ്പ്, തൊഴിൽ വിസ തട്ടിപ്പ് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചു. അദാലത്ത് കമ്മീഷൻ അംഗങ്ങളായ കെ ഷാജഹാൻ, അഡ്വക്കേറ്റ് അബേഷ് അലോഷ്യസ്, എച്ച് ശ്രീജിത്ത്, PP രൺദീപ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കെ ജയകുമാർ, അസിസ്റ്റന്റ് P അഭിഷേക് എന്നിവർ പങ്കെടുത്തു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.